നെറ്റിയില് കുറച്ച് അധികം ചന്ദനമൊക്കെ കാണുന്നുണ്ടാവും അല്ലേ? കുറെ അമ്പലത്തിലൊക്കെ പോയതല്ലേ, അപ്പൊ എല്ലായിടത്തെ പ്രസാദം കൂടെ തൊട്ടപ്പോ ഒരുമിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. എനിക്ക് എന്റെ ഓർമ്മയില് ആദ്യത്തെ കൊട്ടിയൂര് അതെന്താന്ന് ഞാൻ പറയാം. അതായത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു 14 വയസ്സ് വരെ ആസ്മയുടെ ബുദ്ധിമുട്ട് നന്നായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാന്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. വേറൊരു ടൈപ്പ് എല്ലാ ചെറിയ മക്കളെ ആ ഒരു പ്രായത്തിലുള്ള രീതിയിലല്ല ഞാൻ വളർന്നു വന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്നവർ കേട്ടിട്ടുണ്ടാവും. അപ്പോ എന്നെ സംബന്ധിച്ച് കൊട്ടിയൂരൊക്കെ പോയി തൊഴുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യം പോലെയാണ് അന്ന്. ഇന്ന് പലരും കൊട്ടിയൂരൊക്കെ പോകുന്നത് ഒരുമിച്ച് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോ, അന്ന് അങ്ങനെയല്ല കേട്ടോ. ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയും. ഇന്ന് ബസ് പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ചുറ്റുവട്ടത്തുള്ള ആളുകൾ മാത്രമാണല്ലോ പോവാ. പക്ഷെ ഇത് പല പല ദേശത്തുള്ള ആൾക്കാരും വരും. ആരെങ്കിലും ഒരാൾ ഒരു ബസ് ഏർപ്പാടാക്കും. അപ്പൊ അതിലേക്ക് നമ്മളിങ്ങനെ ആളെ ശേഖരിച്ച് ശേഖരിച്ച് സീറ്റിൽ എണ്ണം കറക്റ്റ് ആവുന്നവരെ ഒപ്പിക്കും. ഇങ്ങനെയാണ് നമ്മൾ അന്ന് കൊട്ടിയൂര് പോകുന്നത്. അപ്പോ അമ്മേന്റെ അനിയത്തി വീട്ടുകാരൊക്കെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു ബസ് ഏർപ്പാടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ തീരുമാനമായപ്പോ എന്റെ അമ്മ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് ഞാൻ കാരണമാണ്. എനിക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല. ഒന്നാമത് മഴക്കാലത്ത് മഴക്കാലം എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഞാൻ സ്കൂളിൽ പോവാത്തൊരു കുട്ടിയാ. സ്കൂളിൽ വിടുന്നില്ല. നമ്മള് എന്താ പറയാ, ഒരു കാര്യത്തിനും പുറത്തേക്ക് വിടാത്തൊരു കുട്ടി. എന്നെ ഇങ്ങനെ ഒരു രോഗിയായ രീതിയിൽ ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഈ ഒരു സീസണിൽ കൊട്ടിയൂർ പോകുക എന്ന് പറയുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലുള്ള പോലെയല്ല. തണുപ്പ് തട്ടാൻ ഒരുപാട് സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമല്ലേ. അപ്പൊ അമ്മ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ അമ്മമ്മയ്ക്ക് പോണം. അങ്ങനെ ഒരു സംസാരം ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഇത്. അപ്പൊ അമ്മമ്മ പറഞ്ഞു നമുക്ക് പോവാ, ഇവളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം എല്ലാരും പോയി കഴിയുമ്പോ അമ്മ ഒറ്റയ്ക്കും ആയി പോകും. അപ്പൊ അമ്മയ്ക്ക് എന്നെയും കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാനും പേടിയാ. അങ്ങനെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് കൊട്ടിയൂര് പോണം, എനിക്ക് കൊട്ടിയൂര് പോണം. ഞാൻ അതിന് വാശി പിടിച്ചു കേട്ടോ. ഞാൻ ചില കാര്യത്തിന് ഭയങ്കര വാശിക്കാരിയാണ്. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാശി പിടിച്ചപ്പോ അവസാനം എന്റെ വാശിക്ക് അവർക്ക് വഴങ്ങി തരേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ അമ്മ എന്നെയും കൊണ്ട് കൊട്ടിയൂര് പോവാൻ തീരുമാനമായി. എന്റെ അമ്മ ഉണ്ട്, മാമമാരുണ്ട്, അങ്ങനെ അമ്മമ്മ എല്ലാവരും ആയിട്ട് നമ്മൾ കൊട്ടിയൂര് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇങ്ങനെ നെഞ്ച് പടപടാ ഇരിക്കുകയാണ്. കാരണം വീടിനകത്ത് മഴ പെയ്യുമ്പോ ബെഡില് പുതപ്പിനുള്ളിൽ പോലും വെച്ചിട്ട് അമ്മയ്ക്ക് ഒരു തൃപ്തി കിട്ടുന്നില്ല. എന്റെ മോക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളൊരു പേടിയാ. അപ്പോ ഈ കൊട്ടിയൂർ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അമ്മ ഒന്നിലധികം തുണികളും ഡ്രസ്സും തോർത്തും ഒക്കെ എടുത്തു വെച്ച് ഫ്ലാസ്കിൽ വെള്ളം, ചൂടുവെള്ളം ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ബസ്സിൽ പോയിട്ട് നോക്കാണ് ഏത് സീറ്റിൽ ഇരുന്നാലാണ് കൂടുതൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുക, ഇവളെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക, ഇതൊക്കെയാണ് അമ്മ നോക്കുന്നത്. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര അതിശയം കേട്ടോ. അന്ന് എന്തുകൊണ്ട് അവരത് തീരുമാനിച്ചു, എങ്ങനെ സമ്മതിച്ചു? കാരണം അത്ര പോലും എന്തോ ദൈവം അവിടെ എന്നെ എത്തിക്കണം അന്ന് എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് 7 വയസ്സെങ്ങാനും ആയിരിക്കും. എന്തായാലും ആ ഒരു 7-10 വയസ്സ് അങ്ങനെയുള്ള കുട്ടിയില്ലേ, ആ ഒരു ഏജിലാണ് ഞാൻ പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി, ബസ്സിലൊക്കെ പോയി. അവിടെ എത്തുന്നവരെയും ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ബ്രീത്ത് എടുക്കുകയാണ്. ഇങ്ങനെ വലിയൂലേ, കിട്ടാത്ത ശ്വാസത്തിനെ നമ്മൾ വലിച്ചെടുക്കുന്ന പോലെ. അതും സീറ്റിൽ നേരാൻ വേണം ഇതുപോലെ ഇരിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞാനിങ്ങനെ കൂനിക്കൂടി എന്നിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. സൈഡോട്ട് ഇരിക്കും കുറച്ചു നേരം, കുറച്ച് ഇങ്ങോട്ടേക്ക് ഇരിക്കും. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും കാറ്റെല്ലാം തട്ടി എനിക്ക് കുറച്ച് നല്ലോണം കൂടുതൽ പ്രശ്നമാവാൻ തുടങ്ങി. ഇങ്ങനെ വലിവ് കൂടാൻ തുടങ്ങി. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്ക് അമ്മ ഫുൾ ഡെസ്പായി. കാരണം ഇങ്ങനെ വലിയുന്ന ഒരു കുട്ടീനെയും കൊണ്ട് ഇനി എന്തായാലും അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നായി. പക്ഷെ അവിടെ എത്തിയപ്പോ ഇറങ്ങി, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണല്ലോ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് ആൾ ഉഷാറായി. കാരണം എനിക്ക് ഇത് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമല്ലേ, ഇത്രയും ജനക്കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാണ്. ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും എല്ലാം പുറത്തിറങ്ങി. പുഴേന്റെ അടുത്ത് എത്തി. എനിക്ക് കൃത്യമായ ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഒരു സാമ്പാറും ചോറൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ, വെള്ളം പോലുള്ള ഒരു സാമ്പാറും ചോറും, ആ ഒരു ബസ് നിർത്തിയിട്ട സ്ഥലം, ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്. കംപ്ലീറ്റ് അങ്ങനെ ഓർത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അവിടെ എത്തി. കൊളക്കടവിൽ എത്തിയപ്പോ, കൊളല്ല സോറി, പുഴക്കടവിൽ എത്തിയപ്പോ എല്ലാരും ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെള്ളമാക്കുന്നുണ്ട്. ചിലവര് നല്ലോണം മുങ്ങുന്നുണ്ട്, തലവഴി മുങ്ങുന്നുണ്ട്. ചിലരിങ്ങനെ കൈകൊണ്ട് തന്നെ കോരി കുളിക്കുന്ന പോലെ ആക്കുന്നുണ്ട്. അങ്ങനെ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാല് മോളെയും കൊണ്ട് ഈ പുഴ വഴി, അന്ന് നമ്മളെ പോലെ പാലം കടന്നു പോകുന്നില്ല, പാലം തുടങ്ങി ആ ഒരു കെട്ടി വരുന്നേ ഉള്ളൂ. അപ്പൊ അമ്മമ്മ എന്താ പറയുന്നത് വെച്ചാൽ മോളെയും കൊണ്ട് എന്തായാലും പുഴയിൽ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ. അന്ന് എല്ലാവരും എങ്ങനെയാ വെച്ചാൽ പുഴ കടന്നു പോകണം എന്നുള്ള ഒരു ചിന്തയാണ് ആ സമയത്ത്. അങ്ങനെ എന്നിട്ട് എന്നെ എടുക്കാൻ ആള് റെഡി, ഞാൻ എടുക്കാം, ഇവളെ എടുക്കാം, അങ്ങനെ എന്നെ എടുത്തോണ്ട് പോവാൻ പുഴയിൽ കൂടെ എന്നുള്ള ഒരു രീതിയിലായി. എന്നെ നനവ് തട്ടിക്കാതെ അങ്ങ് എത്തിക്കണം. അമ്മമ്മ നനഞ്ഞ തോർത്തുണ്ടാവുമല്ലോ, നനഞ്ഞ തോർത്ത് കൊണ്ട് പിഴിഞ്ഞിട്ട് എന്റെ തലയെല്ലാം തോർത്തി നനച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ആക്കി. പക്ഷെ കുളത്തിനടുത്തെത്തി ഞാൻ മെല്ലെ കുളത്തിലേക്ക് കാല് വെച്ചപ്പോ നല്ല പളുങ്ക് കല്ലുകളൊക്കെ ഉണ്ട്.
എനിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് എനിക്ക് എന്റെ ഉള്ളിൽ അടങ്ങാത്തൊരാഗ്രഹം. ഞാൻ അപ്പൊ കരയാൻ തുടങ്ങി, എനിക്ക് ഈ വെള്ളത്തിൽ കാല് കുത്തണം. അങ്ങനെ കാല് കുത്താൻ പെർമിഷൻ കിട്ടിയപ്പോ ഞാൻ മേലെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കിട്ടിയ ചാൻസിന് ഇരിക്കുമല്ലോ വെള്ളത്തിൽ ഇരുന്ന്. പിന്നെ ഭയങ്കര സന്തോഷായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പൊ അമ്മമ്മ എന്റെ അടുത്ത് പറഞ്ഞേ, മോളൊന്നും നോക്കണ്ട, മോള് മുങ്ങിക്കോ, മോള് മുങ്ങിക്കോന്ന് പറഞ്ഞേ. അതെന്താ അമ്മമ്മ അങ്ങനെ പറഞ്ഞേ? അമ്മമ്മയ്ക്കാണ് ഏറ്റവും പേടിയും കാര്യങ്ങളും. പക്ഷെ അമ്മമ്മ എന്നോട് പറഞ്ഞേ, മോള് മുങ്ങിക്കോ, കുഴപ്പമില്ല, വേഗം മുങ്ങിക്കോ. ഒന്നും നോക്കാതെ ഞാൻ മുങ്ങി. അമ്മമ്മ അത് പറയലും പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചൊന്നുമില്ല, ഞാനൊരൊറ്റ മുങ്ങലാണ്. അന്ന് ആ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൽ അങ്ങനെ ഒരു മുങ്ങിയ അനുഭവം ശരിക്ക് അവിടെ നിന്നാണ് കേട്ടോ. ആ പുഴയിൽ മുങ്ങിയ കൂട്ടത്തില് താഴേന്ന് കല്ലോ എന്തോ ഞാൻ എടുക്കുകയും ചെയ്ത്. എടുത്ത് പൊങ്ങുമ്പോഴേക്കും അമ്മ അങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അമ്മയ്ക്ക് ഭയങ്കര പേടി. അമ്മ തോർത്തും കൊണ്ട് ഓടി വന്ന്. പക്ഷെ കുറെ പേര് തോർത്താതെ തന്നെ നടക്കുന്ന കാണുന്നുണ്ട്. ഞാൻ തോർത്താനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ നടക്കാൻ പോയി. അങ്ങനെ പുഴ കടന്ന് പോകും. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അരക്കി, അതായത് 10നും 7നും ഇടയ്ക്കുള്ള ഒരു വയസ്സ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഇതില് ആ ഒരു ഹൈറ്റുള്ള എനിക്ക് എന്റെ ഒരു അരഭാഗം വരെ എനിക്ക് നടന്നു പോകാൻ പറ്റിയ രീതിയിലുള്ള വെള്ളമാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ പുഴ കടന്നിട്ട് തന്നെ പോയി. ഞാനിങ്ങനെ മിന്നൽ പോലെ സ്കിപ്പ് ആവുകയാണ് അമ്മേന്റെ അടുത്തുനിന്ന്. കാരണം അമ്മ എന്നെ പിടിച്ച് തോർത്തുന്നുണ്ട്, നനവ് പോക്കുന്നുണ്ട് മുടിയില്. ഇത് ഞാൻ സമ്മതിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമ്മ ഒരു ആത്മാർത്ഥമായിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ആ അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ ചോദിക്കും, അമ്മയ്ക്ക് ഓർമ്മയില്ല കാര്യങ്ങൾ. കാരണം അമ്മ ആ അമ്പലത്തിനെ അല്ല, ആ ക്ഷേത്രത്തിനെ അല്ല അമ്മയുടെ മനസ്സിൽ. എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ച് എന്റെ കൂടെയാണ് നടക്കുന്നത്. എന്നെ തല തോർത്തിക്കാനൊക്കെയാണ് വരുന്നത്. അങ്ങനെ എനിക്ക് പിന്നെയുള്ള ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് ചളി പോലത്തെ വെള്ളത്തിൽ കൂടെ, കലക്ക് വെള്ളത്തിൽ കൂടെ നമ്മളെ കാല് ഫുള്ള് നനയുന്ന രീതിയിൽ ഇങ്ങനെ ആ ഒരു കുറെ ഓലയിട്ട ക്ഷേത്രങ്ങൾക്ക് ചുറ്റം വെച്ച് ഇങ്ങനെ നടന്നതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ആ പക്ഷേ അന്ന് ഞാൻ ആ വെള്ളത്തിൽ മുങ്ങി തിരിച്ചു പോരുമ്പോ എല്ലാവരും അതിശയിക്കാണ്. ഞാൻ എന്റെ മനസ്സറിഞ്ഞ് എന്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ പറയാണ്, വെച്ചാ ഞാനിത് പറയുമ്പോ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ള ഒരു അനുഭവം നിങ്ങളടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റും. പക്ഷെ ഇത് ഒരുപാട് ജനങ്ങൾ ഒരു ബസ്സിന് യാത്ര ചെയ്ത കാര്യമാണ്. എന്റെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉള്ള യാത്രയില് ഞാൻ നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്കൊരു കുഴപ്പവും ഇല്ല. ഞാനൊരു രോഗിയായിട്ടാണ് അങ്ങോട്ട് പോയതെങ്കിലും ഞാൻ തിരിച്ചു വരുന്നത് നല്ല ആരോഗ്യവതിയായിട്ട് സന്തോഷത്തോടെ. പക്ഷെ മാസങ്ങളോളം ഞാൻ കുളിക്കൂല. ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കുളിക്കാതെ നിന്നിട്ട് എന്റെ മുടി ഇങ്ങനെ ഭയങ്കര ഒരു ചെമ്പിച്ച കളറൊക്കെ ആയിട്ട് ഇവിടെ വരെയാണ് മുടി ഉണ്ടാവുക, ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. അപ്പൊ അങ്ങനത്തെ എന്നെ ഒന്ന് കുളിച്ച് നല്ലൊരു വൃത്തിക്ക് കാണുകയാണ് ആൾക്കാരൊക്കെ. ഞാൻ നല്ല സുഖമായിട്ട് ബ്രീത്ത് ചെയ്യുന്ന, എനിക്ക് ആ ഒരു ബ്രീത്തിങ് ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. എനിക്കത് അതുകൊണ്ടാണ് ഞാൻ ആ സാമ്പാറും ചോറിന്റെ കാര്യം പറഞ്ഞത്. കാരണം ഈ ശ്വാസം മുട്ടൽ വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാ ഫുഡ് കഴിക്കാനൊക്കെ, ഭയങ്കര എങ്ങനെയെങ്കിലും ഒരു പണി തീർക്കുന്ന പോലെയാ. പക്ഷെ അത് അത്ര ഒരു അങ്ങനത്തെ കറിയും ചോറും ആയിട്ട് പോലും ഞാൻ അത് അറിഞ്ഞു കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എന്തോ ഒരു വെള്ളം പോലുള്ള ഒരു കറിയാണ്. പക്ഷെ ഞാനത് നല്ലോണം ശ്വസിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഞാൻ കഴിച്ചു. അതിന്റെ പേരിൽ പിറ്റേന്ന് ഞാൻ വീട്ടിലെത്തിയിട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ആ ശ്വാസം മുട്ടൽ വന്ന ആ ഒരു കുട്ടിയാണ് ഞാൻ ഈ തിരിച്ചു പോകുന്നത്. പിന്നെ തിരിച്ചു പോകുമ്പോൾ പാട്ടൊക്കെ വെക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഞാൻ ആനന്ദിക്കുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുമ്പോൾ. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ ഒരു പുഴയിൽ മുങ്ങി നിവർന്ന് വന്നതിന് ശേഷം എനിക്ക് പിന്നീട് അങ്ങോട്ടുള്ള ഒരു 7 വർഷത്തോളം എനിക്ക് ആ ഒരു മുമ്പുണ്ടായിരുന്ന ആ തീവ്രതയില് ശ്വാസം മുട്ടല് വന്നിട്ടില്ല എന്നുള്ളത് എന്താ പറയാ, ദൈവം സത്യമാണ്. ദൈവത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. ആ ഒരു കൊട്ടിയൂർ യാത്രയിൽ ആ പുഴയിൽ മുങ്ങി നിവർന്നെണീറ്റ് തിരിച്ചു വരുമ്പോ ഏഹ് എന്തോ ഞാൻ എന്റെ അസുഖത്തിന് ആ വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കി കളഞ്ഞതുപോലെയാണ് കേട്ടോ. പിന്നീടുള്ള കുറച്ച് വർഷങ്ങള് എനിക്ക് 14 വയസ്സ് വരെ ഇത് ഉണ്ടാവുന്നൊക്കെ അമ്മ ഇങ്ങനെ, നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും പറയും, എന്താ ശനിദശയോ അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്, പിന്നെ അപ്പൊ 14 വയസ്സ് വരെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് 14 വയസ്സ് വരെ ശ്വാസം മുട്ടൽ പറഞ്ഞതാ. പക്ഷെ 14 വയസ്സ് വരെ ശ്വാസം മുട്ടലുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. ശ്വാസം മുട്ടലുണ്ട്. ഇപ്പം ഇന്ന് എനിക്കിപ്പോ ഞാൻ പുലർച്ചെ കുളിച്ച സമയത്ത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ആ രീതിയിൽ സ്കൂളൊക്കെ പോകാൻ പറ്റും. അസുഖം ഉണ്ടെങ്കിലും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്. മുമ്പത്തെ പോലെ അങ്ങനെ ലീവ് എടുക്കേണ്ട വരുന്നില്ല. അത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. ശ്വാസം മുട്ടലുണ്ട്, പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ഭഗവാൻ അവിടെ അങ്ങ് എടുത്തു. അന്നതിന് ശേഷം പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ കൊട്ടിയൂർ പോവാഞ്ഞെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭക്തിയിൽ ഞാൻ ആലോചിക്കും. പക്ഷെ ഞാൻ എന്തുകൊണ്ടാ പിന്നെ മറ്റു വർഷങ്ങളിലൊന്നും, ഇത്രയും വയസ്സായി എനിക്ക്, ഇത്ര വർഷമായി, ഞാൻ ഇതുവരെ കൊട്ടിയൂർ പോകണം എന്ന് ചിന്തിച്ചില്ല.
അതിനുശേഷം എനിക്ക് കൊട്ടിയൂർ ചിന്ത വന്നത് എപ്പോഴാന്ന് വെച്ചാൽ എന്റെ വീടിനടുത്തുള്ളവർ, എന്റെ അമ്മമ്മ അതിനുശേഷം പോയിട്ടുണ്ട് കേട്ടോ കൊട്ടിയൂര്. പക്ഷെ എനിക്ക് പോകണമെന്ന് തോന്നിയില്ല, എന്തുകൊണ്ടോ തോന്നിയില്ല. അതിന്റെ കാരണം എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അല്ലേ, കഴിഞ്ഞ വർഷം എനിക്ക് ഞാൻ എന്താ ഈ കൊട്ടിയൂർ ഉത്സവം എന്റെ മൈൻഡിൽ അങ്ങനെ വരുന്നില്ല. ഇപ്പൊ ഒരു പഴയ കാലത്തെക്കാട്ടി കൂടുതൽ കൊട്ടിയൂർ ഉത്സവമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ മുമ്പൊന്നും അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയില്ല അല്ലെ. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. എന്താ സ്വപ്നം എന്ന് ഞാൻ പറയുന്നില്ല. ആ സ്വപ്നം കണ്ടിട്ട് ഞാനിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞെട്ടി ഉണരാണ്. എന്താ പറയാ, ദുസ്വപ്നം എന്നല്ല, നല്ല സ്വപ്നമാണ്, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഒരു സ്വപ്നമാണ്. പക്ഷെ അത് ഞാൻ കണ്ടപ്പോ ഞാൻ അയ്യോ എന്ന് വിചാരിച്ചിങ്ങനെ ഞെട്ടി ഉണരുന്നത്. അങ്ങനെ ആയപ്പം 2-3 ദിവസമൊക്കെ ഇതേ സ്വപ്നം കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇത് എവിടെയാണ്, അത് എവിടെയാണ്, എന്തോ എന്നോട് പറയാൻ വിചാരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടിച്ചേർത്ത് വായിക്കും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താ കാര്യം, എന്താ കാര്യം. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് കൊട്ടിയൂരാണ്. കാരണം ആ ഒരു കണ്ടിരിക്കുന്നത് അത്രയും വെള്ളത്തിന്റെ ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. വെള്ളം വന്നൊരു കല്ലിന്റെ മുകളിൽ അടിച്ചു ചെതറുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എനിക്കിത് മനസ്സിലായി, ഇത് കൊട്ടിയൂരാണ്. ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ തിരുനെല്ലിയാണോ, കാരണം തിരുനെല്ലി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ തിരുനെല്ലി അല്ലല്ലോ, കൊട്ടിയൂരാണല്ലോ. കൊട്ടിയൂരാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, കൊട്ടിയൂർ എന്ന് പറയുമ്പോൾ ശിവൻ, ശിവൻ കൊട്ടിയൂരാണല്ലോ, ശിവഭഗവാനെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് പോണം തന്നെയായി കേട്ടോ. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ ഞാനിങ്ങനെ കൊട്ടിയൂർ എപ്പോഴാ പോവാ? ഏട്ടൻ പറഞ്ഞാ ഇപ്പൊ പോകുന്ന സീസൺ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോണം, എന്തായാലും പോണം എന്ന് പറഞ്ഞപ്പം പോവാൻ പറ്റാത്ത രീതിയിലേക്ക്, നമ്മുടെ സ്ത്രീകൾക്ക് എല്ലാ സമയത്തൊന്നും കൊട്ടിയൂർ പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനെ പോവാൻ പറ്റാണ്ടായി. അതിനുശേഷം ഒരു പീരീഡ് കഴിയുന്നതിന് ശേഷം പിന്നെ സ്ത്രീകളെ കൊട്ടിയൂരേക്ക് പ്രവേശനം ഇല്ല എന്നുള്ള രീതിയിലേക്ക് ആയപ്പോൾ എനിക്ക് നല്ല വിഷമായി. എനിക്ക് അത് എത്ര ശ്രമിച്ചിട്ടും പോകാൻ പറ്റിയില്ല എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ കാത്തിരിക്കുകയാണ്, ഈ വർഷം വൈശാഖ മഹോത്സവം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് കൊട്ടിയൂർ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവിടെ എത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ കയ്യിലിരിക്കുന്നില്ല. നമ്മൾ നമ്മളെ സൈഡ് പരമാവധി ശ്രമിക്കുന്നുണ്ട്, പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പോവാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഇനി അത് ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ്. നാളത്തെ നിമിഷം അല്ലെ തൊട്ടടുത്ത നിമിഷം ദൈവത്തിന്റെ കയ്യിലാണ്. അത് നല്ലതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടെന്ന് മാത്രം. അങ്ങനെ ഇപ്പോ ഇനി എന്തായാലും നാളെ കൊട്ടിയൂർ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അതിന്റെ ഒരുക്കത്തിലാണ്. അപ്പൊ കൊട്ടിയൂരിനെ പറ്റി എന്റെ ഓർമ്മയിലുള്ള വലിയൊരു മഹത്തായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെനിക്ക് നിസാരമായൊരു കാര്യമല്ല. വളരെ 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 ജീവിതത്തില് ദൈവത്തോട് ഇങ്ങനെ നമ്മൾ വിശ്വാസം ഫുള്ളായിട്ട് അങ്ങ് വിശ്വസിച്ച് പോകുന്ന കുറെ നിമിഷങ്ങൾ ജീവിതത്തിൽ ദൈവം തരുമല്ലോ. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊട്ടിയൂര് മുങ്ങി വന്ന ശേഷം എനിക്ക് എന്റെ അസുഖത്തില് വലിയ തോതിൽ ഒരു 90% മാറ്റം ഉണ്ടായി എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്.